നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാന്നറിയാ? കാർവാറില്ലേ, അതായത് നമ്മുടെ അർജുൻ മരിച്ച ആ സ്ഥലം ഇല്ലേ, അവിടെയാണ് കേട്ടാ. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ പോകുന്ന വഴിയിൽ തന്നെയാണ് അത്. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. ജസ്റ്റ് ഇതാ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തിന്റെ ഭാഗം കണ്ടോ, ഈ ഒരു സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിയതിന്റെ അവസ്ഥ. ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ ഗോവയിൽ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഞങ്ങൾ ഗോവയിലേക്കാണ് ട്രിപ്പ് പോയത്. അന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ രാവിലെ തന്നെ 5 മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗോവയിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ കാസർഗോഡ് വഴി ഉടുപ്പി വഴിയാണ് ഞങ്ങൾ ഗോവയിലേക്ക് പോയത്. ഞങ്ങളുടെ അർജുനൊക്കെ മരിച്ച ആ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഷിരൂർ, അതുവഴിയാണ് കേട്ടോ പോയത്. ഇപ്പം ഞങ്ങൾ കാസർഗോഡ് എത്തിയ ആ ടൈമാണിത്. കാസർഗോഡ് വഴി അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയതായിരുന്നു. ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ആദ്യം പോകുന്ന വഴിക്ക് തന്നെ ഉടുപ്പിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടേക്കാണ് കേട്ടോ പോയത്. ഉടുപ്പിയിലേക്ക് ട്രിപ്പ് പോകുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് സെന്റ് മേരീസ് ഐസ്ലൻഡ് എന്ന് പറയുന്നത്. അയർലൻഡാണോ ഐസ്ലൻഡാണോ അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ അവിടേക്കാണ് പോയത്. അതായത് സെന്റ് മേരീസ് ഐസ്ലാൻഡ് ബോട്ടിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരു പ്രവേശന കവാടം ഉണ്ട്. ആ കവാടം വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞങ്ങളിപ്പോൾ അവിടത്തേക്കാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ പ്രവേശന കവാടം കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, സെന്റ് മേരീസ് ഐസ്ലാൻഡ് ബോട്ടിംഗ്. ഇതൊരു ചെറിയൊരു ബോട്ടിംഗ് സർവീസ് ആണ്. ഇവിടെ നമുക്കൊരു തുരുത്ത് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകാൻ വേണ്ടി പറ്റും. അത് അവിടേക്ക് എത്തുന്നതിന് നമ്മളിപ്പോ ഉള്ളത് ഉടുപ്പിയിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഗോവയിലേക്ക് പോകുന്ന വഴി ഉടുപ്പിയിൽ വന്നിട്ടാണ് ഉള്ളത്. ഇതിപ്പോ ഉടുപ്പിയില് സെന്റ് മേരീസ് ഐലൻഡിലാണ് ഉള്ളത് കേട്ടോ. ഐസ്ലാൻഡാവെന്ന് പറയാൻ എനിക്കറിയില്ല. ഇവിടെ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ദ്വീപാണിത് കേട്ടോ. ദ്വീപ് പോലെയുള്ള സ്ഥലമാണ്. നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസിന് നമുക്ക് ഇതാ ബാക്കിൽ എഴുതിയിട്ടുണ്ടോ സെന്റ് മേരീസ് ഐസ്ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ടോ. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, ഇത് കടലല്ലേ, കടൽ തന്നെ. ആ ഒരു ദ്വീപാണ്. അങ്ങ് അവിടെ ഒരു ദ്വീപ് ഉണ്ട്, അവിടത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബോട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മളിപ്പോ ബോട്ടിലേക്ക് കയറാൻ പോകുന്നത്. എത്രയായിട്ടാ പൈസ ബോട്ട്? എന്റെ അമ്മേ, ഇതൊന്നും കൊടുക്കല്ല അവന്. ഇത് ഒരാൾക്ക് 350 ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ബോട്ടിലേക്ക് കയറാൻ പോവാണേ. നമ്മളിപ്പം ബോട്ടിൽ കയറാൻ പോയെന്ന് കേട്ടാ. നമ്മള് വയലപ്പുഴ ഇല്ലേ വരി വന്ന് പോയിനാ ബോട്ടിൽ. എങ്ങനെ
ഇങ്ങോട്ടൊക്കെ ബോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പാട്ടിടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ റിച്ചും അവരുടെ കൂടെ ചേർന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പം വീഡിയോയിൽ സോങ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ദ്വീപ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, അതായത് ശരിക്കും ഇത് ഉടുപ്പിയിലെ മാൽപ്പേ തീരത്ത് നിന്നും മാറി അറബിക്കടലിലെ 4 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിതാ ഇപ്പം പോകുന്ന ദൂരെ കാണുന്ന അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് സെൻറ് മേരീസ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ചെറു ദ്വീപുകൾ ചേർന്നിട്ടാണ് ഈ ദ്വീപ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് വലിയൊരു ബോട്ടിലാണ്. അതിൽ ഒത്തിരി പേരുണ്ട് ഈ ബോട്ടിൽ. അപ്പോൾ ദ്വീപിനോട് അടുത്തെത്തുമ്പോഴേക്ക് ഈ ബോട്ടിൽ നിന്നും ആൾക്കാർ ചെറിയൊരു ബോട്ടിലേക്ക് അവർ കയറ്റി വിടും. അങ്ങനെയാണ് ഞങ്ങൾ ആ ദ്വീപിൻ്റെ അവിടത്തേക്ക് എത്തുന്നത്. കാരണം നമുക്കറിയാമല്ലോ, വലിയ ബോട്ടാകുമ്പോഴേക്കും അടി തട്ടും. അതുകൊണ്ടാണ് അവർ ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ആൾക്കാരെ മാറ്റിയിട്ടത്. ഇതുപോലെ ആൾക്കാരെ ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടാണ് ആ ദ്വീപിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതിന് ശേഷം അവിടത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം എല്ലാവരും ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെൻറ് മേരീസ് ഐസ്ലാൻഡിൽ വന്നിട്ടുള്ള കേട്ടോ. ഇതിപ്പം എന്താ പറയുക, ഒരു ദ്വീപ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇതൊരു ചെറിയ ദ്വീപാണ് കേട്ടോ. ഇതിന്റെ ഹിസ്റ്ററി ഇവിടെ അവര് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഐലൻഡ് വന്നിട്ടുള്ളതെന്ന്. ജിയോഗ്രഫി ആൻഡ് ടോപ്പോഗ്രഫി, ഡിസ്കവറിംഗ് സെന്റ് മേരീസ് ഐസ്ലാൻഡ്. ഇതാണ് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നോക്ക്, ഈ ദ്വീപ് അറിയപ്പെടുന്നത് കോളംനാർ രീതിയിലുള്ള ബാസൾട്ടിക് ലാവയുടെ ഭൗമരൂപാന്തരത്തിന്റെ പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതൊക്കെയാണ് അവിടെ അവര് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിനി അവിടെ നിന്ന് വന്നിട്ടോ, ഇനിയിപ്പം അടുത്ത ബോട്ടിലേക്ക് കയറാൻ പോകാൻ വേണ്ടിയിട്ട്.
നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാന്നറിയാ, കാർവാറില്ലേ, അതായത് നമ്മുടെ അർജുൻ മരിച്ച ആ സ്ഥലം ഇല്ലേ, അവിടെയാണ് കേട്ടാ. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ പോകുന്ന വഴിയിൽ തന്നെയാണ് അത്. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. ജസ്റ്റ് ഇതാ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തിന്റെ ഭാഗം കണ്ടോ, ഈ ഒരു സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിയതിന്റെ അവസ്ഥ. അതുപോലെ ഇതാ ഇവിടെ ആ പുഴയതാ, ഈ സൈഡില് മണ്ണ് മാന്തിയ ആ പുഴയും ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോ ഇവിടെ റൂം എടുത്ത് റൂമിലേക്ക് വന്നിട്ടോ. അതായത് ഉടുപ്പിന്ന് നമ്മള് അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഉച്ചക്ക യാത്ര തിരിച്ച് അതിനുശേഷം പിന്നെ ഫുഡ് കഴിച്ച് ഇപ്പം ഇവിടെ 9 മണിയായി എത്താൻ വേണ്ടിട്ട് കേട്ടോ. ഗോവയിൽ 9 മണിയായി. അതിനുശേഷം നമ്മൾ റൂം എടുത്തതിന് ശേഷം കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ഇനി രാത്രിക്ക് എവിടെയും പോകുന്നില്ല, ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. നാളെ രാവിലെയാണ് നമ്മൾ ട്രിപ്പിന് പോകുന്നത്. ഇതാണ് റൂം, നമ്മളെടുത്ത റൂം ഇതാണ് കേട്ടോ. റിച്ചു ആയി പറ. അതിന്റെ ബാക്ക് സൈഡില് ഒരു വ്യൂ ഉണ്ട്, ബാൽക്കണി പോലെ ആയിട്ട് വ്യൂ ഉണ്ട്. ഇപ്പുറം പുറത്ത് ഇങ്ങനെ ചെറിയൊരു റൂമാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങളിതാ രാവിലെ ആയിട്ടോ. രാവിലെ ആയിട്ട് ഇതാ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. റെഡിയായി. റിച്ചു ഇതാ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മോർണിംഗ് പറ. ആ, നമ്മളെവിടെ വന്നേ? നമ്മള് ഗോവയിലല്ലേ? ആ, അപ്പൊ നമ്മള് അപ്പഴാ നമ്മള് ട്രിപ്പിന് പോവാൻ പോയെന്നല്ലേ, റെഡി ആവാൻ പോയെന്നല്ലേ രാവിലെ തന്നെ. അപ്പൊ എല്ലാവരും റെഡി പറ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആ, അപ്പൊ നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങി ട്രിപ്പിന് വേണ്ടിട്ട്. എവിടേക്കാ പോയത് നമ്മള്?
ഫിനിഷിംഗ് ഒക്കെ അച്ഛന്റെ കൈ പിടിക്ക്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് ആദ്യം തന്നെ അഗോഡ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഗോവയിൽ വൺ ഓഫ് ദ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയതാണിത്. അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ചെയ്തത്. നമ്മള് ഫോർട്ടിൽ പോയതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബീച്ചിൽ പോവാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. ഇതൊരു ബാർ ആൻഡ് റെസ്റ്റോറന്റ് പോലത്തെ അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ എല്ലാം അങ്ങനത്തെ ഫുഡിന്റെ ഇതേ ഉള്ളൂ, റെസ്റ്റോറന്റേ ഉള്ളൂ. വൈകുന്നേരം ബീച്ചിൽ പോയതിന് ശേഷം ഞങ്ങൾ രാത്രിക്ക് ഒരു ഡിന്നർ പാർട്ടിക്ക് ബോട്ടിൽ വന്നതാണ് കേട്ടോ. ഇത് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നതാണ് ആഡംബര കപ്പലായ കാസിനോയിൽ. അത് വലിയ കപ്പലാണ്, ഈ ചൂതാട്ടം അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നത്. പക്ഷെ അതിൽ ഒരാൾക്ക് അതായത് പെർ ഹെഡ് 3500 അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായില്ല കേട്ടോ. ഇത് അങ്ങനെ ഒരു കപ്പലാണ്, വലിയ ആഡംബര കപ്പൽ ഈ കാണുന്നത്. പക്ഷെ ഇതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഞങ്ങളൊരു ചെറിയ ബോട്ട് അതിലാണ് കയറിയത് കേട്ടോ. അതിൽ പെർ ഹെഡ് 1500 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പാട്ടും മ്യൂസിക്കും അതുപോലെ തന്നെ ഫുഡൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. अपने बच्चों का ध्यान रखिएगा, याद रहे आप बोट पर हो. Secondly, no smoking is allowed. इस बोट पर सिगरेट पीना मना है. And lastly, please do not throw anything into the water. पानी में कुछ भी मत फेंकिएगा. We are also having a professional photographer on board. Please take some beautiful memories back with you all. He charges only ₹100 for per copy and give
come on. Everybody, this side. चलो यार, आ जाओ friends, come on. At least come out of your table and यहाँ पे आ जाएगा, सामने आ जाएगा. Don't come on the stage if you are not comfortable, but come in front, सामने आ जाएगा. आपको पीछे से कुछ नजर नहीं आएगा. Ladies, please walk in front, सामने आ जाएगा. चलो यार, come on. आप बात ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് പിറ്റേ ഡേയ്സാണ് ഞങ്ങളുടെ ട്രിപ്പ് പോയത്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.